ആരൊക്കെ എക്സാം എഴുതാൻ പോണെ ആരും കാണത്തില്ല. ഇതൊരു എക്സാം ഡേ ആയിരുന്നു. പക്ഷെ ഇതില് എക്സാമിലെ വിശേഷങ്ങളൊന്നുമല്ല പറയണേ. എക്സാമിന് പോണ വഴിക്ക് എന്തൊക്കെ കഴിച്ച് കുടിച്ച് എവിടെയൊക്കെ പോയി എന്നൊക്കെയാണ്. എക്സാമിന് പോണ വഴിക്ക് വീട്ടിൽ നിന്നൊന്നും കഴിക്കാത്തതുകൊണ്ട് ഇതറിഞ്ഞ എന്റെ സുഹൃത്ത് ആത്മാർത്ഥത ഒരാളായതുകൊണ്ട് പ്രോട്ടീൻ ഓട്സ് ഒക്കെ കൊണ്ടു തന്നെ. അതിനുശേഷം എക്സാം ഒക്കെ കഴിഞ്ഞ് ആ മാനസിക സമ്മർദ്ദം അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് നേരെ ലുലുവിൽ കയറി. അവിടെ ചെന്നാൽ പിന്നെ എന്താ, നമുക്ക് വേണ്ടതാണെങ്കിലും വേണ്ടാത്തതാണെങ്കിലും എല്ലാത്തിലും വിലവിവരങ്ങളൊക്കെ ഒന്നറിയണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടത്തില്ലല്ലേ. സ്വാഭാവികം. എക്സാം കഴിഞ്ഞ പിന്നെ ഡിപ്രഷനാ. അത് മാറാൻ വേണ്ടിയിട്ട് നേരെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്ത് എന്നിട്ട് നേരെ ഫുഡ് കോർട്ടിൽ പോയി. സാധാരണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സങ്കടമൊക്കെ അങ്ങ് മാറുന്നതാ. ഈ പ്രാവശ്യം ഇച്ചിരി കൂടിയതായതുകൊണ്ട് അങ്ങോട്ട് മാറിയില്ല. ആ സങ്കടം മാറാൻ വേണ്ടി നേരെ ഫട്ടൂറെ കയറി. അവിടെ ചെന്നപ്പോ എന്താ, മനസ്സിന് കുളിർമയേക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോ അതിലും വലിഞ്ഞു കയറി. എന്നിട്ട് ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ഹൈപ്പർ മാർക്കറ്റിൽ പോയി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടി മേടിച്ചിട്ട് നമ്മൾ മെട്രോ കയറി വീട്ടിൽ പോയെ. അങ്ങനെ മറ്റൊരു എൻട്രൻസ് എക്സാം ഡേയും കഴിഞ്ഞു. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബും കമന്റും ലൈക്കൊന്നും മറക്കല്ലോ.